പിന്തുടർന്നു വന്ന രീതി ആവരുത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ തലത്തിൽ. കാരണം നമുക്ക് അത്തരം കാര്യങ്ങളിലും പുതിയ ലോകക്രമമാണ്, യുദ്ധം ആഗ്രഹിക്കാത്ത ലോകമാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെ എല്ലാ കാര്യത്തിനും മധ്യസ്ഥത വഹിക്കുകയും ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാലമാണ്. ശ്രീ ബൈജു തിട്ടാല, ഇവിടെ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത് US-ലേക്കാണ്. അവിടെ അതിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട തേജസ്വി സൂര്യ MP ഉണ്ട്, മിലിന്ദ് ദേവറയുണ്ട് ശിവസേനയുടെ, സർഫറാസ് അഹമ്മദ് MP ഉണ്ട് JMM-ന്റെ, ശാംഭവി MP ഉണ്ട് LJP-യുടെ, രാംവിലാസ് പാസ്വാന്റെ, ഹരീഷ് ബാലയോഗിയുടെ TDP-യുടെ, അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു പരിച്ഛേദം എന്ന് വേണം പറയത്തക്ക രീതിയിലുള്ള സംഘം പോവുകയാണ്. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ട്രംപിനെയാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണകൂടത്തെയാണ്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെക്കുറിച്ച് പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പാകിസ്ഥാനെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരാൾ കൂടിയാണ് ട്രംപ്. കാരണം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം, രണ്ടുപേരും തീർത്തുകൊള്ളും, നിങ്ങൾ രണ്ടുപേരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണ്, കശ്മീരിൽ പോലും ഇടപെടാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരാളോടാണ് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ അയാൾക്ക് മനസ്സിലാകുമെന്നുള്ളൊരു പ്രശ്നമല്ലേ? തീർച്ചയായും. അതായത് രണ്ടാമത് ജോസഫ് ആന്റണി സാറിനോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതായത് അവിടുന്നും പോവുകയാണ് ആളുകൾ. നമ്മളിപ്പം ഇതിനെ ചർച്ച ചെയ്യുന്നത് നമ്മളൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ലെറ്റ് മീ പുട്ട് ഇൻ എ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അതായത് ഈ പാകിസ്ഥാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്. അതിൽ നമ്മൾ മറ്റു രാജ്യങ്ങളോട് പറയുകയാണ്, ഇൻക്ലൂഡിങ് ഡൊണാൾഡ് ട്രംപ്, ലുക്ക് ഇവർ ടെററിസ്റ്റ് ബാക്കപ്പ് ചെയ്യുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് നമ്മൾ അവരോട് പറയുകയാണ്. ഞാൻ നമ്മുടെ ഈ അറ്റാക്ക് തുടങ്ങിയതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഓർ ആഫ്റ്റർ നെക്സ്റ്റ് ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഇൻഫർമേഷൻ, അതായത് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ സ്കൈ ന്യൂസിൽ ഒരു 1-to-1 ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത്, ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറഞ്ഞത്, പാകിസ്ഥാൻ വി ഹാവ് ദ ബിഗസ്റ്റ് കറ്റാസ്ട്രഫി വെൻ വി കൺഫ്രണ്ട് ടെററിസം. അതായത് ടെററിസത്തിനെ ഞങ്ങൾ ടെററിസത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കറ്റാസ്ട്രഫി ഉണ്ടായിരിക്കുന്നത്, ഞങ്ങളാണ് ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. 2 ആഴ്ച മുമ്പ് താങ്കളുടെ ഡിഫൻസ് മിനിസ്റ്റർ എൻ്റെ ചാനലിൽ വന്നിരുന്ന് എന്നോട് പറഞ്ഞു, പാകിസ്ഥാൻ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ബാക്കിംഗ് അപ്പ് ടെററിസം ആൻഡ് ടെറർ പോളിസീസ് ഫോർ ഡെക്കേഡ്സ്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പറയുന്നു, ട്രംപ് 2018 ഹാവ് ഈവൻ കട്ട് മിലിറ്ററി അസിസ്റ്റൻസ് ബിക്കോസ് യു ആർ പ്ലേയിങ് ഡബിൾ സ്റ്റാൻഡേർഡ്. അതിനുശേഷം പറഞ്ഞു, പർവേസ് മുഷാറഫ് ഓൺ ഹിസ് ഓൺ അഡ്മിഷൻ നിങ്ങൾ അവിടെ ക്യാമ്പുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം പറയുന്നു, ബനസീർ ഭൂട്ടോ അവിടെ പാകിസ്ഥാനിൽ ക്യാമ്പുകളുണ്ട് എന്ന് കൃത്യമായി കൺഫേം ചെയ്യുന്നു. ബിലാവൽ ഭൂട്ടോ എ വീക്ക് അഗോ ഇൻ ഹെർ ഇന്റർവ്യൂ, ഞാൻ അതായത് സ്ത്രീയെ കോട്ട് ചെയ്യാണ്, എന്നോട് അഡ്മിറ്റ് ചെയ്തതാണ് എന്ന് അവൾ പറയുകയാണ്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞു, വി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ബാക്കിംഗ് അപ്പ് ഇത് പോളിസീസ് ഓർ ടെറർ ഓർഗനൈസേഷൻസ് ആൻഡ് അവരെ ബാക്കപ്പ് ചെയ്യുന്ന പോളിസി ഞങ്ങൾക്കുണ്ട് എന്ന് എന്നോട് പറഞ്ഞു എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അതേ ഗ്രൗണ്ട് തന്നെ എടുക്കുകയാണ്. പ്ലേയിങ് ദി വിക്ടിം കാർഡ് പ്ലേ ചെയ്തപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാനൽ പ്രസന്റിലുള്ള ചോദ്യം ഇതായിരുന്നു, Can you tell me where was Osama bin Laden was found? ഒസാമ ബിൻ ലാഡനെ എവിടുന്ന കണ്ടെടുത്തു എന്ന് പറയാമോ? അപ്പം അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ കുറേ വീഡിയോ ഉണ്ട്, അതായത് ഇന്ത്യ സിവിലിയനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. If I send that to you, can you telecast it? അതിന് ആ സ്ത്രീ പറയുന്ന മറുപടി, വിതൗട്ട് വെരിഫൈങ് ഇറ്റ് വി വുഡ് നോട്ട്. അത് പറഞ്ഞിട്ടും ആ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ, ഇൻഫർമേഷൻ മിനിസ്റ്ററെ കൺസീഡ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഈ ആൾ തയ്യാറല്ല, ഈ ചാനൽ പ്രവർത്തകർ തയ്യാറല്ല. അതിന് ഫൈനലായി അവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ഈ വെസ്റ്റേൺ ഇന്റലിജൻസ് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺട്രഡിക്റ്റിംഗ്. നീ എന്ത് പറയുന്നോ അതിന് കൃത്യവിരുദ്ധമായിട്ടാണ് വെസ്റ്റേൺ ഇന്റലിജൻസ് ഉള്ളത്. അതിനർത്ഥം പാകിസ്ഥാനിൽ ടെറർ ക്യാമ്പുകളുണ്ട്, ടെറർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇത് വെസ്റ്റേൺ മീഡിയയിലെ ഒരു ജേർണലിസ്റ്റ് ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ ചലഞ്ച് ചെയ്യാണ്. അതിനർത്ഥം ഇത് കൃത്യമായി ലോകത്തിന് അറിയാവുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മളെ ആരെയും കോട്ട് ചെയ്യേണ്ട, അവരുടെ തന്നെ ലീഡേഴ്സിനെ കോട്ട് ചെയ്താണ് ഇത് പറയുന്നത്. അപ്പോൾ മിനിഞ്ഞ 2 ദിവസം 3 ദിവസം മുമ്പ് ഞാൻ കണ്ട മറ്റൊരു വാർത്തയാണ്, ഒരു റെസ്പോൺസാണ്. അത് ഏതോ ഒരു വിധാനസഭയിലോ ഏതോ ഒരു ലോക്കൽ ബോഡിയിലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്.
ആ ബോഡി ഒരു 15 മിനിറ്റ്, അവരുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, പറയുന്നൊരു ഒരു ഒരു ഇന്ത്യക്കെതിരെ പറയുന്നൊരു സ്പീച്ച് ഉണ്ട്. അവർ പറയുന്നത്, അതായത് അവർ പറയുന്ന ഒരറ്റം മുതൽ ആർട്ടിക്കിൾ 370 കാര്യം പറയുന്നു, RSS ആക്ടിവിറ്റി, ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊന്ന കാര്യം പറഞ്ഞു, ഗുജറാത്ത് 2 നമ്മുടെ ഗോദ്രാറായിട്ടുള്ള ക്ലിയർ പിക്ചർ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്നു. BBC മോഡി ക്വസ്റ്റ്യൻ എത്ര കൃത്യമായി ഡിസ്കസ് ചെയ്തു അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോക്കിൽ ഡിബേറ്റ് ചെയ്തു. അതുപോലെ മുസ്ലിം പ്രോസിക്യൂഷനെ പറ്റി പറയുന്നു, അതുപോലെ ഈ ജഡ്ജ് ലോയയുടെ മരണത്തെ പറ്റി പറയുന്നു, ക്രിസ്ത്യൻ നൺസിനെ പ്രോസിക്യൂട്ട് ചെയ്തത്, അതുപോലെ സ്റ്റാൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുപോലെ മോദി ഏതൊക്കെ രാജ്യങ്ങളിലാണ് വിസ കിട്ടാതിരുന്നത് എന്നുള്ളത് കൃത്യമായി ഡീറ്റെയിൽ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഡിപ്ലോമാറ്റ്സ് എല്ലാം ഈ 35 രാജ്യങ്ങളിലും പോയി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അവരുടെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഓൺ ദെയർ ഓൺ അഡ്മിഷൻ, അത് വീണ്ടും നമ്മൾ എംഫസൈസ് ചെയ്യാൻ പോവുകയാണ്. തൊട്ടുപിറകെ ഇവരിറങ്ങിപ്പോരുന്ന വഴിയെ തൊട്ടുപിറകെ ഇവർ ഇന്ന് കയറി ഇവർ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം പറയും ഇന്ത്യക്കകത്തെ. അതായത് ഇതിന്റെ നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാക്ടിനെ വീണ്ടും നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നല്ലോ എനിക്ക് തോന്നുന്നു. അതിന്റെ കോൺസിക്വൻസ് അവർ അടങ്ങിയിരിക്കുകയല്ല. ബിലാവൽ ഭൂട്ടോ എത്ര മോശക്കാരനും ആട്ടെ, അദ്ദേഹം പറഞ്ഞതിനെ കൃത്യമായി കണ്ടം ചെയ്യുക തന്നെയാണ് എല്ലാ വെസ്റ്റേൺ മീഡിയയും ചെയ്തത്. ബട്ട് വെൻ ഹി ഗെറ്റ് ദെയർ, വെൻ ഹി ഹാസ് എൻ ഓഡിയൻസ്, ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് മുഴുവൻ വളരെ കൃത്യമായി അവരിലേക്ക് എത്തും. അവരിലേക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. അത് എവിടെയാണിത്, ഇപ്പം കുറച്ച് ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ ഔട്ട്കം എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഇതിപ്പം കൃത്യമായി, ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടനിൽ ഇവിടുത്തെ ഏതെങ്കിലും ഡിപ്ലോമാറ്റ്സിന് സംശയമുണ്ടോ ഈ മുഷാറഫ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ വെലച്ചീർ ഫ്രൂട്ടോ പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ? അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആതിഫ് പറഞ്ഞതിനെ കുറിച്ചോ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അമേരിക്കയ്ക്ക് സംശയമുണ്ടോ? ഇല്ല. ബട്ട് നമ്മളുടെ ഇന്റേണലായ പ്രശ്നങ്ങൾ, മൈനോറിറ്റി പ്രോസിക്യൂഷൻ, അതുപോലെ അവർ പറഞ്ഞ മറ്റൊരു വിഷയം നമ്മുടെ കുൽഭൂഷൺ യാദവ് സിംഗിന്റെ കേസ്, ഇതെല്ലാം കൃത്യമായി ഇന്ത്യയിലെ ഇന്റേണൽ മൈനോറിറ്റി പ്രോസിക്യൂഷനും ഇന്ത്യയുടെ മറ്റു പ്രശ്നങ്ങളും, അതായത് ഈ 2002 ഗോദ്ര കേസുകളും, ഇത് മുഴുവൻ കൃത്യമായി ശശി തരൂർ അങ്ങ് കയറി ഇറങ്ങി ഇങ്ങ് വരുന്ന തൊട്ടുപുറകെ ഇവർ കയറി ചെന്ന് പറയും. ഇതിൽ എൻ്റെ ഒരു റീഡിങ്, ഇതിൽ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് സംതിങ് വിച്ച് ഹസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ സംശയമുണ്ട്. തിരിച്ചു വരാം. ശ്രീ മിഥുൻ വിജയകുമാർ.